സ്വിഫ്റ്റുകളുടെ ഒരു കളക്ഷന് ഇതിന് പ്രത്യേകത നമുക്ക് ഓട്ടോമാറ്റിക് ആണ്. ഇത് നമുക്ക് ഡീസൽ ഓട്ടോമാറ്റിക്കും നമുക്ക് ഇത് വരുന്നത് പെട്രോൾ ഓട്ടോമാറ്റിക്കും ആണ്. സീറോ ഡൗൺ പേയ്മെന്റ് കൊടുക്കാം. വണ്ടി ഉണ്ടോ അല്ല? അടുത്ത തവണ ഒരു ഓട്ടോമാറ്റിക് 2020 മോഡൽ. നമുക്ക് 7 സീറ്റർ ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ എല്ലാ വണ്ടികളും നമുക്ക് ഏകദേശം ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓൺലൈൻ നമുക്ക് 4 വണ്ടികൾ നമുക്ക് എക്സ്പ്രസ് ഇഷ്ടംപോലെ വരുന്നുണ്ട്. എല്ലാം നമുക്ക് വാറണ്ടിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വണ്ടികൾ. 3000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 800കളുടെ സെക്ഷൻ ആണ് വരുന്നത്. ഇതൊക്കെ നമുക്ക് ഫുൾ ഓൺലൈൻ ആണ് ചെയ്ത് കൊടുക്കാം. ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് കാര്യങ്ങൾ? 2017 മോഡൽ അൾട്ര 800 LXi ആണ്. ഇത് നമുക്ക് മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് നല്ല കിടിലൻ സെഡാനുകൾ നമുക്ക് ഇവിടെ ഉണ്ട്. അത് നമുക്ക് ഈ 7 സീറ്റർ വണ്ടി നമുക്ക് 3 lakhന്റെ ഉള്ളിലാണ് നമ്മളിത് കൊടുക്കുന്നത്. നമുക്ക് 65,000 കിലോമീറ്റർ ഓടിയുള്ളൂ. 485 പ്രൈസ് വരുന്നത്. നമുക്ക് ഏകദേശം ഫുൾ ഓണിൽ കൊടുക്കാൻ വേണ്ടി. അപ്പൊ ₹1 പോലും മുടക്കാതെ നമുക്ക് ഇതാണ് ന്യൂ മോഡൽ ഒരു വാഗ്നർ ഇല്ല, ഫുൾ ഓൺ അവൈലബിൾ ആണ്. 6 ലക്ഷം രൂപ നമുക്ക് സേവ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. ഏകദേശം നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് വണ്ടി ചെയ്ത് കൊടുക്കാം. സീറോ ഡൗൺ പേയ്മെന്റ് വണ്ടി ഉണ്ടോ? 10,000 വേണ്ട. അത് ഇനി അത്യാവശ്യം ട്രാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഓൺ തന്നെ കൊടുക്കും. ഫുൾ ഓൺ തന്നെ ചെയ്യാൻ പറ്റില്ല. 60 രൂപ 70 രൂപന്റെ താഴെ നമുക്ക് ഇറക്കി കൊടുക്കാം. വണ്ടി ഇറക്കാൻ പറ്റില്ല. ഇലക്ട്രിക് വാഹനം നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കിടിലൻ EV ഇവിടെ എത്തിയിട്ടുണ്ട്. ടാറ്റ നെക്സോൺ അല്ലെ, ഡോൾട്ടോൺ ആണ് വരുന്നത്. കാറ്ററൈസേഷൻ ആണ്, നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 1 lakhന്റെ ഉള്ളിൽ ഓടിയിട്ടുള്ളൂ. നമുക്ക് 45 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി നമുക്ക് കൊണ്ടുപോകാം. 45 രൂപയ്ക്ക് അല്ലെ? ഞാനോ 4 വർഷം വാറണ്ടി, 1 year സർവീസ് എന്തെങ്കിലും കൊടുക്കാം. അപ്പൊ ഒരു പുതിയ കാർ എടുക്കുന്ന പോലെ നമുക്ക് എടുക്കാൻ പറ്റൂല. 4 വർഷം വാറണ്ടി ഉണ്ട്. അത് നമുക്ക് 1 year സർവീസും നമുക്ക് കിട്ടുന്ന ഒരു വാഹനം. 7 സീറ്റർ വീണ്ടും വരുന്നുണ്ട്. മഹീന്ദ്ര കോണ്ടോ അല്ലെ, നിലമ്പൂർ രജിസ്ട്രേഷൻ ആണ്. നല്ല കിടിലൻ കളർ. ഡീസൽ ഉള്ളത് വരുന്നത്? ഡീസലാണ് വരുന്നത്. 2015 മോഡല്. ആകെ 55,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടി. ഇത് ഓട്ടോമാറ്റിക് ആണ്. 2016 മോഡൽ ഓട്ടോമാറ്റിക്. നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 50,000 ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം അല്ലെ? ഇത് നമുക്ക് 40,000 ഉള്ളിൽ ഉണ്ട്. സ്മാർട്ട് ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് ആയിരുന്നു. 15,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 15,000 കിലോമീറ്റർ ലോ കിലോമീറ്റർ ഓടി നല്ലൊരു അടിപൊളി ഓട്ടോമാറ്റിക് വാഹനം. സീറോ ഡൗൺ പേയ്മെന്റ് തന്നെ കൊടുക്കാം. വണ്ടി ഉണ്ടോ? ഡിയർ ഫ്രണ്ട്സ്, യൂസ്ഡ് കാർ ആണെങ്കിലും ടെൻഷൻ ഒന്നും കൂടാതെ ഇഷ്ടം പോലെ ഏത് ബ്രാൻഡിന്റെ ഏത് വാഹനങ്ങൾ വേണമെങ്കിലും നമുക്ക് ഇവിടെ ഉണ്ട്. നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് സീറോ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വാഹനങ്ങൾ ഉണ്ടാവും. വൈഡ് റേഞ്ച് ആയിട്ട് നല്ല കളക്ഷൻസ് ഇവിടെ ഉണ്ട്. ചെറുവാഹനങ്ങളാകട്ടെ വലിയ വാഹനങ്ങളാകട്ടെ SUV ഏത് ടൈപ്പ് വാഹനങ്ങളും നമുക്ക് ഇവിടെ വാറണ്ടിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ള AM-ന്റെ ട്രൂ വാല്യൂലാണ്. കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ള ഷബീറാണ്. ഷബീർ, നമ്മൾ ഈ ഒരു AM ട്രൂ വാല്യൂന്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ? ഇത് വരുന്നത് നമ്മളെ AM മോട്ടോഴ്സ് ട്രൂ വാല്യൂന്റെ കോണമ്പാറ ബ്രാഞ്ച് ആണ് വരുന്നത്. കോണമ്പാറ നമ്മളെ ഹെഡ് ഓഫീസ് ആണ് വരുന്നത്. ഇത് ഏകദേശം കറക്റ്റ് നമുക്ക് ഒരു എങ്ങനെ എത്തിച്ചേരാൻ അങ്ങോട്ട്? ഇത് മലപ്പുറം ടൗണിൽ നമുക്ക് 2 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. ഏകദേശം ടോട്ടൽ എത്ര സ്റ്റോക്ക് ഉണ്ടാവും? ഇവിടെ ടോട്ടൽ വരുന്ന 300 സംതിങ് കാറോളം ഇവിടെ തന്നെ സ്റ്റോക്ക് ഉണ്ട്. ടോട്ടൽ നമ്മുടെ ബ്രാഞ്ചിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 700 സംതിങ് 700 പ്ലസ് കാറുകൾ നമുക്ക് ഇവിടെ ഉണ്ടാവും. അപ്പൊ 700 പരം കാറുകളുണ്ട്. നമുക്ക് വാറണ്ടി ഉണ്ട് എന്നുള്ളതാണ്. ഏത് ബ്രാൻഡ് ഏത് വാഹനങ്ങൾ വേണമെങ്കിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് അതായത് ഇപ്പൊ ഒരു സെക്കൻഡ് ആണെങ്കിൽ നമുക്ക് കളർ ഓപ്ഷൻസ് വരെ ഇവിടെ അവൈലബിൾ ആണ്. അത്രയും നമുക്ക് വൈഡ് റേഞ്ച് ആയിട്ട് നല്ലൊരു കളക്ഷൻസ് ഉണ്ട്. നല്ല ട്രാക്ക് ഒരു 750 ഒക്കെ സിബിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ് ഒക്കെ വേണ്ടി വരും? ഏകദേശം 750 ട്രാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് തന്നെ കൊടുക്കാം. വണ്ടി ഉണ്ടോ? 2015 ശേഷമുള്ള വണ്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് തന്നെ കൊണ്ടുപോകാം അല്ലെ? അപ്പൊ നമുക്ക് ആദ്യം തന്നെ ചെറിയ വാഹനത്തിൽ തുടങ്ങാം അല്ലെ? സാധാരണക്കാർക്കാണ് ഏറ്റവും കൂടുതൽ വാഹനം ഇപ്പൊ നമ്മൾ നോക്കുന്നത് അല്ലെ? അതിനൊരു നമുക്ക് ചെറുവാഹനം തന്നെ ആയിക്കോട്ടെ. നാനോ അല്ലെ? ഇത് മാനുവൽ അല്ലേ വരുന്നത്? മാനുവൽ. ഇത് 2010 മോഡൽ വണ്ടിയാണ്. ഏകദേശം നമുക്ക് ഒരു 1 lakhന്റെ ഉള്ളിൽ ഓടിയിട്ടുള്ളൂ. നമുക്ക് 45 രൂപ ഉണ്ടെങ്കിൽ വണ്ടി നമുക്ക് കൊണ്ടുപോകാം. 45 രൂപക്ക് അല്ലെ? നാനോ. ഇത് നമുക്ക് മൈലേജ് എത്രയൊക്കെ പ്രതീക്ഷിക്കാം? ഞാനൊക്കെ 20 റേഞ്ചിൽ മൈലേജ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് മേജർ ആക്സിഡന്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. എഞ്ചിന് മെക്കാനിക്കൽ നമുക്ക് ചെക്ക് ചെയ്തിട്ടല്ലേ വണ്ടി കൊടുക്കുള്ളൂ? എല്ലാം പക്കയാണ് അല്ലെ? പിന്നെ നമുക്ക് നേരെ എണ്ണ അടിച്ച് ഓടിയാൽ മതിയോ? വേറെ കാര്യങ്ങളൊന്നും ചെയ്യിക്കാനൊന്നുമില്ല അല്ലെ? ഇതിലിപ്പോ എന്തൊക്കെ വരുന്നത്? നമുക്ക് AC വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ചെറിയൊരു ബഡ്ജറ്റ് 45 രൂപക്ക് നല്ലൊരു നാനോ അല്ലെ? മോഡൽ പറഞ്ഞ് 2010 മോഡൽ. 2010 മോഡൽ നമ്മൾ 45 രൂപ അല്ലെ? ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്ടാവോ? ചെറിയ റേറ്റ് നമുക്ക് നോക്കി ചെയ്യാം. ഏറ്റവും ഫയൽ ചെയ്യണ റേറ്റ് നമ്മൾ പറഞ്ഞേ നോക്കിയിട്ട് എന്തെങ്കിലും കസ്റ്റമർ വരികയാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല. അടുത്ത വീണ്ടും ഒരു നാനോ അല്ലെ? ഇത് ഓട്ടോമാറ്റിക് ആണ്. 2016 മോഡൽ ഓട്ടോമാറ്റിക്. നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഒന്നും നല്ല വൃത്തിയൊക്കെ ഉള്ള ഒരു വാഹനം അല്ലെ? ടിസ്റ്റ് ആണ് വരുന്നത്. ടിസ്റ്റാണ് വരുന്നത്. ഓട്ടോമാറ്റിക്കലി അല്ലേ? ഇത് നമുക്ക് ഓട്ടോമാറ്റിക് ആണെങ്കിൽ ചെറുവാഹനം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും. അതേപോലെ 42,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. ചെറിയ റണ്ണിംഗ് കിലോമീറ്റർ ഉള്ളൂ അല്ലേ? അതെ. ഇത് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് വരുന്നത് സിംഗിൾ RC ആണ്. അതേപോലെ തന്നെ നമുക്ക് ഇതിന് നമുക്ക് 1 വർഷം വാറണ്ടി കൊടുക്കാൻ കഴിയുന്നതാണ്. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം അല്ലെ? 1 വർഷം വാറണ്ടി ഉണ്ട്. 40 സംതിങ് കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി, അതും ഓട്ടോമാറ്റിക്.
ഓട്ടോമാറ്റിക്. നമ്മൾ എത്രയാണ് ജംഷീർ ഷബീർ ചോദിക്കുന്നത്? ഇത് 2,15,000 രൂപ. 2,15. ഇതിന് നമുക്ക് ലോൺ സൗകര്യം ഉണ്ടാവോ? ഇതിന് നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ഏകദേശം എത്ര രൂപ ഡൗൺ ഇത് നമുക്ക് ഒരു 1 ലക്ഷം 1,60 വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ലോൺ ചെയ്യാൻ പറ്റും. 40 രൂപ 50 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇതും ചെയ്ത് കൊടുക്കാം. വണ്ടി കൊടുക്കാൻ പറ്റും. അടുത്തൊരു റാഡ്സിന്റെ ഒരു റെഡി ഗോ അല്ലെ? അതെ അതും ചെറിയ സിസിയിൽ വരുന്നതാണ്. നമുക്ക് നല്ലൊരു അടിപൊളി വാഹനം. നിസാന്റെ ഒരു സബ് ബ്രാൻഡ് ആണ് വരുന്നത്. നമുക്ക് ഏകദേശം 18-20 മൈലേജ് പ്രതീക്ഷിച്ചൂടെ? അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പൊ ഇന്റീരിയർ ഒക്കെ നമുക്ക് നല്ല അടിപൊളിയാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയ ഒരു വാഹനം. നമുക്ക് AC വരുന്നുണ്ട്, മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2019 മോഡലാണ്. 38,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. നമ്മൾ എത്ര ചോദിക്കുന്നത്? ഇത് 2,25,000 രൂപ നമ്മൾ ആസ്കിങ് വരുന്നത്. 2,25,000. ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും? 30,000 രൂപന്റെ താഴെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറക്കി കൊടുക്കാം. 30,000 വേണ്ട, അത് ഇനി അത്യാവശ്യം ട്രാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഓൺ തന്നെ കൊടുക്കും. ഫുൾ ഓൺ തന്നെ ചെയ്യാൻ പറ്റില്ല. അടുത്ത തവണ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു വാഹനം എന്ന് പറയാം, നമ്മളെ ഗ്രാൻഡ് ഐ10 നിയോസ് K8 നമുക്ക് തൃശ്ശൂർ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സ്മാർട്ട് ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് 15,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 15,000 കിലോമീറ്റർ. ലോ കിലോമീറ്റർ ഓടി നല്ലൊരു അടിപൊളി ഓട്ടോമാറ്റിക് വാഹനം അല്ലേ? ഇതെങ്ങനെയായിരുന്നു മോഡല്? നമുക്ക് 6,60,000 രൂപയാണ് വരുന്നത്. 6,60,000. അപ്പൊ ചെറിയ കിലോമീറ്റർ സിംഗിൾ ഓണറിനല്ലേ വരുന്നത്? അതെ. അത് ഓട്ടോമാറ്റിക്. നമുക്ക് ഏകദേശം ലോൺ എത്ര വരെയൊക്കെ ചെയ്യാൻ പറ്റും? ഇതിൽ നമുക്കൊരു 90% വരെ ലോണും കൊടുക്കാം. അപ്പൊ ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാം. അടുത്ത തവണ ഒരു ന്യൂ മോഡൽ വാഗണർ ഇല്ലേ? ഇത് 2021 മോഡലാണ്. 2021 മോഡൽ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ ആകെ 16,000 കിലോമീറ്റർ ഓടിയിട്ടു. ഒക്കെ ലോ കിലോമീറ്റർ വാഹനങ്ങളാണ് അല്ലേ? ഇത് മാനുവൽ അല്ലേ വരുന്നത്? ഇത് മാനുവൽ ആയിരുന്നു. ഇത് എഞ്ചിൻ ഏതായിരുന്നു? 1.2 1200 cc. അതായത് നമ്മൾ സ്വിഫ്റ്റിന്റെ ഒക്കെ സെയിം എഞ്ചിന് കാര്യങ്ങൾ അല്ലേ? അത്യാവശ്യം ടയർ കാര്യങ്ങളല്ലാണ്ട് നമുക്ക് 4 വർഷം വാറണ്ടി 1 ഇയർ സർവീസ് എന്തെങ്കിലും കൊടുക്കാം. അപ്പൊ ഒരു പുതിയ കാർ എടുക്കുന്ന പോലെ നമുക്ക് എടുക്കാൻ പറ്റൂല. 4 വർഷം വാറണ്ടി ഉണ്ട്. അത് നമുക്ക് 1 ഇയർ സർവീസും നമുക്ക് കിട്ടുന്ന ഒരു വാഹനം. നമുക്ക് എത്ര ചോദിക്കുന്നത് ഇതിന്? ഇത് നമുക്ക് റൈറ്റ് വരുന്നത് 5,80,000 രൂപ. 5,80,000 ആണ് നമുക്ക് റൈറ്റ് വരുന്നത്. ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും? ഒരു 40,000 ഉണ്ടെന്ന് നമുക്ക് 40,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊണ്ടുപോകാം കേട്ടോ. അടുത്ത ഡീസൽ റിഡ്സ് അല്ലേ? അതെ. ഇതെങ്ങനെയായിരുന്നു മോഡല്? 2014 മോഡല് ഡീസലാണ് വരുന്നത്. ആകെ 50,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 50,000 കിലോമീറ്റർ അല്ലേ? ചെറിയ കിലോമീറ്ററോടെ ഡീസൽ വണ്ടി. സാധാരണ നമുക്ക് ഇത്രയും ചെറിയ കിലോമീറ്ററോടെ റിഡ്സ് ഒന്നും നമുക്ക് കിട്ടാനില്ല അല്ലേ ശരിക്കും? അതും വീഡിയോയാണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവറിന്റെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ? മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നല്ല ഹൈ ക്വാളിറ്റി വാഹനം അല്ലേ? ആ ഡോറൊക്കെ അടക്കുമ്പോൾ നല്ല ഒരു ഫീല് കിട്ടുന്നുണ്ട്. റിഡ്സ് ഒക്കെ ചെറിയൊരു തട്ടിയാൽ തന്നെ നമുക്ക് അതിന്റെ ഷേപ്പ് പോകും, അങ്ങനെ റൗണ്ടബിൾ ആയിട്ട്. ഇതിന് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ലൊരു അടിപൊളി വാഹനം. ഇത് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഇത് സെക്കൻഡ് RC ആണ്. സെക്കൻഡ് RC. എത്ര ചോദ്യം? ഇത് റൈറ്റ് 4,40,000 രൂപയാണ്. നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. ഏകദേശം എത്ര രൂപയ്ക്ക് വേണ്ടി ഇറക്കാൻ പറ്റും? നമുക്ക് 40,000 ഉള്ളിൽ അത്യാവശ്യം ട്രാക്ക് ചെയ്യാൻ 250 നമുക്ക് അതിന് താഴെ കൊടുക്കും. 0 ഡൗൺ പേയ്മെന്റ് കൊടുക്കാം അല്ലേ? വീണ്ടും നമുക്കൊരു ചെറുവാഹനം ഓൾട്ടോ K10 അല്ലേ? K സീരീസ് ആണ്. നമുക്ക് ലോ മെയിൻ്റെനൻസ്, നല്ല മൈലേജ്, നല്ല പെർഫോമൻസ് ഒക്കെ വരുന്ന ഒരു വാഹനം. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2015 മോഡൽ അൾട്ടോ K10 LXI ആണ്. ഓക്കെ. RC വരുന്ന വാഹനമാണ്. ഓക്കെ. നമുക്ക് റൈറ്റ് വരുന്നത് 2,62,000 രൂപയാണ് വരുന്നത്. 2,62,000 ഒരു ബെസ്റ്റ് പ്രൈസ് അല്ലേ? ബെസ്റ്റ് പ്രൈസ്. ഇതിൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഏകദേശം നമുക്ക് 0 ഡൗൺ പേയ്മെന്റ് വണ്ടി ചെയ്ത് കൊടുക്കാം. 0 ഡൗൺ പേയ്മെന്റ് ഈ വണ്ടി ഉണ്ടോ? അല്ല അടിപൊളി വാഹനം. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് വരുന്നത് സെക്കൻഡ് RC ആണ്. സെക്കൻഡ് RC അല്ലേ? അടുത്ത ഒരു സ്വിഫ്റ്റ് വരുന്നുണ്ട് അല്ലേ? സ്വിഫ്റ്റ് വരുന്നത് 2013 മോഡൽ പെട്രോൾ ആണ്. VXI ആണ് ഓപ്ഷൻ വരുന്നത്. VXI മിഡിൽ ഓപ്ഷൻ ആണ് അല്ലേ? മിഡിൽ ഓപ്ഷൻ വരുന്നത്. ഓക്കെ. ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കിലോമീറ്റർ ആകെ 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. 52,000 കിലോമീറ്റർ കറക്റ്റ് ഓടിയിട്ടുള്ളത് വണ്ടി. ചെറിയ കിലോമീറ്റർ ഓടിയ വണ്ടി അല്ലേ? ഇത് എങ്ങനെയാണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ് എങ്ങനെയായിരുന്നു? ഇത് നമുക്ക് റൈറ്റ് വരുന്നത് 3,70,000 രൂപയാണ്. 3,70,000. ചെറിയ പൈസക്ക് ഒരു സ്വിഫ്റ്റ് അല്ലേ? നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും? ഒരു 40,000 ഉണ്ടെന്നുണ്ടെങ്കിൽ 40,000 രൂപ നമുക്ക് വണ്ടി ഉണ്ടാവും. അടുത്ത നമ്മളൊരു ഇഗ്നിസ് അല്ല, ഡുവൽ ടൂൺ ആണ് വരുന്നത്. ഇത് 2017 മോഡൽ ആൽഫയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഏറ്റവും ടോപ്പ് എൻഡ്. പെട്രോൾ ആണോ ഡീസൽ ആണ്? പെട്രോൾ ആണ് വരുന്നത്. മൈലേജ് നമുക്ക് എത്രയൊക്കെ പ്രതീക്ഷിക്കാം? ഇത് നമുക്ക് ആവറേജ് 18 റേഞ്ചിൽ നമുക്ക് 18 റേഞ്ചിൽ പ്രതീക്ഷിക്കാം അല്ലെ? ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ ഓൺഷിപ്പ് വരുന്നത് സിംഗിൾ RC ആണ് വരുന്നത്. അതുപോലെ നമുക്ക് വാറണ്ടി കൊടുക്കുന്നുണ്ട്. നമുക്ക് 6 മന്ത് വാറണ്ടി 1 ഇയർ സർവീസും കൊടുക്കുന്ന വണ്ടിയാണ്. ഓക്കെ. ഇതിലൊക്കെ നല്ല കിടുവാണ് അല്ലെ? നല്ല ഹൈ ക്വാളിറ്റി സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ്, 2 സൈഡ് എയർ ബാഗ്, കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എങ്ങനെ ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് 5,20,000 രൂപയാണ് നമുക്ക് റൈറ്റ് വരുന്നത്. ഏകദേശം നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് വണ്ടി? ഒരു 50,000 ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം അല്ലെ? അടുത്ത നമ്മളൊരു ന്യൂ മോഡൽ വാഗ്നർ വൈറ്റ് അല്ലേ? ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2019 മോഡൽ VXI 1.2 ആണ്. 1.2 ആണ്. 30,000 കിലോമീറ്റർ ആകെ വണ്ടി ഓടിയിട്ടുള്ളൂ. ചെറിയ കിലോമീറ്റർ. ഓൺഷിപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് തന്നെ സിംഗിൾ RC ആണ്. ഓക്കെ. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ലല്ല. നമുക്ക് വാറണ്ടി ഒക്കെ എങ്ങനെയായിരുന്നു? ഇതിൽ വാറണ്ടി നമുക്ക് 4 വർഷം വാറണ്ടി വരുന്നുണ്ട്. 1 ഇയർ സർവീസും വരുന്നുണ്ട്. 4 വർഷം വാറണ്ടി, 1 ഇയർ സർവീസ്.
സിംഗിൾ ഓണർ വണ്ടി 30,000 കിലോമീറ്റർ, 19 മോഡല്. ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് നമുക്ക് റേറ്റ് 5,30,000 രൂപയാണ്. 5.30. ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ് കൊണ്ട് വണ്ടി ഇറക്കാൻ പറ്റും? ഇതൊരു 50,000 റേഞ്ചിൽ ഇത് നമുക്ക് ചെയ്തു കൊടുക്കാം. ഡൗൺ നമുക്ക് ഷോറൂമിൽ ഒരു വെയിറ്റിംഗ് വരുന്ന ഒരു വണ്ടിയാണ്. മാരുതിയുടെ ഒരു കിഡ്ലം വാഹനം, അത് നമുക്ക് നെക്സയിലൊക്കെ വരുന്ന ഒരു വാഹനമാണ്. XL6 അല്ലേ? 7 സീറ്റർ ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2019 മോഡലാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വരുന്നത്. ഏറ്റവും ടോപ്പ് എൻഡ്. ഓക്കെ, ആൽഫ അല്ലേ? ആൽഫ. എങ്ങനെയായിരുന്നു ഓൺഷിപ്പ് ഒക്കെ? എങ്ങനെയായിരുന്നു? ഇത് സൈഡിന് സെക്കൻഡ് RC ആണ് വരുന്നത്. ഓക്കെ, നമുക്ക് കിലോമീറ്റർ ആണ് വണ്ടി ഓടില്ലേ. നമുക്ക് അതേപോലെ തന്നെ വാറന്റി കൊടുക്കുന്ന വണ്ടികളാണ്. ടോട്ടലായിട്ട് വണ്ടിക്ക് ഫുൾ വാറന്റി ഉണ്ടാവും. ഫുൾ വാറന്റി വരുന്നുണ്ട്. ഓക്കെ, പുതിയൊരു വാഹനം എടുക്കുന്ന പോലെ ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി. ഏറ്റവും ടോപ്പ് എൻഡ്. നമ്മൾ ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് നമുക്ക് 9,20,000 രൂപയാണ് റേറ്റ് വരുന്നത്. ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റിലേക്ക് വണ്ടി എടുക്കാൻ പറ്റും? ഇത് നമുക്കൊരു 1 lakhന്റെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പ്രശ്നത്തെ ഏകദേശം എത്ര രൂപ വരുന്നതാണ്? നമുക്കൊരു 16 ലക്ഷത്തിന്റെ അടുത്ത് വരുന്നുണ്ട്. 16 ലക്ഷം. അപ്പൊ ഏകദേശം ഒരു 6 ലക്ഷം രൂപ നമുക്ക് സേവ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു പ്രശ്നമില്ല. വീണ്ടും നമുക്ക് ന്യൂ മോഡൽ വാഗണർ അല്ലേ? ഇത് KL52 പട്ടാമ്പി രജിസ്ട്രേഷൻ ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2019 മോഡലാണ്. BX 1 ലിറ്റർ ആണ് വരുന്നത്. അതായത് 1000 cc വണ്ടിയാണ്. സോ നമുക്ക് നല്ല മൈലേജ് ഉണ്ടാവും. ഓക്കെ, എങ്ങനെയായിരുന്നു? ഇതും നമുക്ക് എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ നമുക്ക് 65,000 കിലോമീറ്റർ ഓടിയുള്ളത്. 485 പ്രൈസ് വരുന്നത്. നമുക്ക് ഏകദേശം ഫുൾ ഓണിൽ കൊടുക്കാൻ വേണ്ടി. അപ്പൊ 1 രൂപ പോലും മുടക്കാതെ നമുക്ക് ഇതാണ് ന്യൂ മോഡൽ ഒരു വാഗണർ ഇല്ല. ഫുൾ ഓൺ അവൈലബിൾ ആണ്. 1 ലിറ്റർ ആണ്. സോ നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടും. നമുക്ക് അഡ്ജസ്റ്റബിൾ ആണല്ലോ അല്ലെ? എല്ലാം 7 സീറ്റർ വീണ്ടും വരുന്നുണ്ട്. മഹീന്ദ്ര കോണ്ടോ അല്ലെ? നിലമ്പൂർ രജിസ്ട്രേഷൻ ആണ്. നല്ല കിടിലം കളർ. ഡീസൽ അല്ലത് വരുന്നത്? ഡീസലാണ് വരുന്നത്. 2015 മോഡല്. 55,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിക്കുന്നത്. ചെറിയ കിലോമീറ്റർ ഓടിയ വണ്ടി അല്ലെ? മോഡൽ നോക്കുമ്പോൾ ഡിപ്പെൻഡബിളി നമുക്ക് ചെറിയ കിലോമീറ്റർ ആണ്. നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ്, നല്ല സ്പേഷ്യസ് ആണ് ഒരു വാഹനം വരുന്നത് അല്ലെ? ഡീസലും ആണ്. അത്യാവശ്യം മൈലേജും ഉണ്ടാവും, പെർഫോമൻസും വരുന്ന ഒരു വാഹനം. അത് നമുക്ക് ഈ 7 സീറ്റർ വണ്ടി നമുക്ക് 3 lakhന്റെ ഉള്ളിലാണ് നമ്മൾ കൊടുക്കുന്നത്. ചെറിയ പൈസക്ക് ഒരു 7 സീറ്റർ അല്ലെ? ഒരു 3 ലക്ഷത്തിന് താഴെയുള്ള ഒരു അമൗണ്ടിൽ നമുക്ക് ഒരു 7 സീറ്റർ വണ്ടി. ഏകദേശം നമുക്ക് ലോൺ എത്ര രൂപ ചെയ്യാൻ പറ്റും? ലോൺ നമുക്ക് ഏകദേശം ഒരു 2.5 ലക്ഷം വരെ നമുക്ക് ചെയ്ത് കൊടുക്കാം. റേറ്റ് വരുന്നത് 2.95 ആണ്. അതിൽ നമ്മൾ നെഗോഷ്യബിൾ ആണ്. നമുക്ക് ഒരു 45 രൂപ ഇനിഷ്യൽ പേയ്മെന്റ് നമുക്ക് ഒരു 7 സീറ്റർ ഡീസൽ 7 സീറ്റർ വേണം നമുക്ക് കൊണ്ടുപോകാന്നുള്ളതാണ് അല്ലെ? അടുത്ത വീണ്ടും ഒരു വാഗണർ അല്ലേ? 2022 മോഡൽ വണ്ടിയാണ്. 12,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 6,10,000 നമുക്ക് റേറ്റ് വരുന്നത്. ഏകദേശം എത്ര വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് ഒരു 60,000 രൂപ റേഞ്ചിലുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റില്ല. അടുത്ത ഒരു ബെലീനോ അല്ലെ? 2019 മോഡൽ വണ്ടിയാണ്. നമുക്ക് ഏകദേശം 60,000 കിലോമീറ്ററിന് മേലാണ് ഓടിയുള്ളത്. വാറന്റി സർവീസ് കൊടുക്കണ വണ്ടിയാണ്. നമുക്ക് 6 മാസം വാറന്റി വരെയുള്ള സർവീസും കൊടുക്കണ വണ്ടിയാണ്. ഓക്കെ, ഇന്റീരിയർ നല്ല കിടുവാണ്. അത്യാവശ്യം മൈലേജും കിട്ടൂല? മൈലേജും കിട്ടും. ഓക്കെ, സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ്, കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ, ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമുക്ക് റേറ്റ് വരുന്നത് 6.10 ആണ് റേറ്റ് വരുന്നത്. അതിൽ ഏകദേശം നമുക്ക് നെഗോഷ്യബിൾ ആണ്. റേറ്റ് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ് കൊണ്ട് വണ്ടി ഇറക്കാൻ പറ്റും? ഒരു 70,000 രൂപന്റെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറക്കി കൊടുക്കാം. സുഖമായിട്ട് വണ്ടി ഇറക്കാം അല്ലെ? അടുത്ത വീണ്ടും ഒരു 7 സീറ്റർ ആണ്. മാരുതി സുസുക്കി എർട്ടിഗ അല്ലെ? ഡീസൽ ആണോ പെട്രോൾ ആണോ വരുന്നത്? അത് ഡീസലാണ് വരുന്നത്. മൈലേജ് നമുക്ക് ഒരു 17-18 പ്രതീക്ഷിച്ചൂടാ? അത് നമുക്ക് ഏകദേശം ഇതാണ്. ഡീസലാണ് നമുക്ക് 18 എന്തായാലും പ്രതീക്ഷിക്കാം അല്ലെ? ഇന്ത്യയിലൊക്കെ നല്ല സ്പേഷ്യസ് ആണ്. 7 സീറ്റർ ആണ്. സെൻട്രൽ AC കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. മോഡല് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? 2014 മോഡലാണ് വരുന്നത്. 5,50,000 രൂപയാണ് റേറ്റ് വരുന്നത്. കിലോമീറ്റർ എങ്ങനെയാണ്? കിലോമീറ്റർ വരുന്നത് 1.10. ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റിലൊക്കെ വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് ഏകദേശം അത്യാവശ്യം ട്രാക്കുള്ള കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ 60 രൂപ 70 രൂപന്റെ താഴെ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറക്കി കൊടുക്കാം. വണ്ടി ഇറക്കാൻ പറ്റില്ല. അടുത്ത തവണ നമുക്കൊരു കിഡ്ലം വാഹനം, ഇലക്ട്രിക് വാഹനം നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കിഡ്ലം EV ഇവിടെ എത്തിയിട്ടുണ്ട്. ടാറ്റ നെക്സോൺ അല്ലെ? ഡോൾട്ടോൺ ആണ് വരുന്നത്. കേൾട്ടർ രജിസ്ട്രേഷൻ ആണ്. നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല ഒന്നുമില്ല. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2021 മോഡലാണ്. നെക്സോൺ EV XZ+ ആണ് വരുന്നത്. ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് അല്ലേ? നമുക്ക് ഇത് ഏകദേശം ഫുൾ ചാർജിൽ എത്ര കിലോമീറ്റർ റേഞ്ച് കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്? ചാർജ് നമുക്ക് കമ്പനി പറയുന്നത് ഏകദേശം 300 കിലോമീറ്ററിന്റെ അടുത്താണ്. 300 കിലോമീറ്ററിന് അടുത്ത് ഒറ്റ ചാർജ് നമുക്ക് കൊണ്ടുപോകാം അല്ലെ? ഇത് നമുക്ക് എങ്ങനെയായിരുന്നു ആസ്കിംഗ് പ്രൈസ്? ഇത് നമുക്ക് റേറ്റ് വരുന്നത് 11,10,000 രൂപയാണ് റേറ്റ് വരുന്നത്. നമുക്ക് എന്തെങ്കിലും നെഗോഷ്യബിൾ ആണ്. റേറ്റ് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റിലൊക്കെ വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്കൊരു 1.5 ലക്ഷം 2 ലക്ഷത്തിന്റെ ഡൗൺ പേയ്മെന്റ് ഉള്ളിൽ നമുക്ക് ചെയ്താൽ ബാക്കി വണ്ടി ഇറക്കാൻ പറ്റൂല. 800കളുടെ സെക്ഷൻ ആണ് വരുന്നത്. ഇതൊക്കെ നമുക്ക് ഫുൾ ഓൺ ആണ് ചെയ്തു കൊടുക്കാം. ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? 2017 മോഡൽ അൾട്ര 800 LXi ആണ്. നമുക്ക് ഏകദേശം 40,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഓക്കെ, ചെറിയ കിലോമീറ്റർ. ഇന്ത്യയിലൊക്കെ നമുക്ക് കിട്ടുവാണ്. പിന്നെ ഒക്കെ നമുക്ക് ഇവിടെ വാറന്റി കാര്യങ്ങൾ, അതേപോലെ ചെക്ക് പോയിന്റ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള വാഹനങ്ങളാണ്. എഞ്ചിനും ഗിയർ ബോക്സും നമ്മൾ വാറന്റി കൊടുക്കുന്ന വണ്ടികളാണ്. ഓക്കെ, നമുക്ക് നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ധൈര്യപൂർവ്വം എടുക്കാം അല്ലെ? പിന്നെ ചെറിയ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കും ചെയ്യാം. കൊടുക്കാം. അത്യാവശ്യം ട്രാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫുൾ ഓണിൽ കൊടുക്കാം. ഇത് ഫുൾ ഓൺ തന്നെ കൊണ്ടുപോകാം അല്ലെ? ഇതിന് റേറ്റ് എങ്ങനെയായിരുന്നു വരുന്നത്? ഇത് 2,65,000 രൂപ. 265 ന്യൂ മോഡലിൽ ഒന്ന്. ഇതിന്റെ മോഡൽ എങ്ങനെ? 2022 മോഡലാണ്.
ഇതാകെ 8000 കിലോമീറ്ററിന് താഴെ ഓടിയിട്ടുള്ളൂ. തീരെ ഓടിയിട്ടില്ല എന്ന് പറയാം. ഇത് നമുക്ക് ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ് കൊണ്ട് വണ്ടി ഇറക്കാം? നമുക്കൊരു ഏകദേശം ഒരു 50,000 ഉള്ളിൽ ഉണ്ടെങ്കിൽ ഇതും കൊടുക്കാം. വണ്ടി ഇറക്കാൻ പറ്റൂല. ഇത് എങ്ങനെയായിരുന്നു? ഇത് 2016 Alto 800 VXI ആണ് ഓപ്ഷൻ ഇതും വരുന്നത്. 16 മോഡലാണ് നമുക്ക് വരുന്നത്. ഓക്കെ, ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് നമുക്ക് റൈറ്റ് വരുന്നത് 265 ആണ്. 265 ഫുൾ ഓൺ ചെയ്യാം. ഫുൾ ഓണിൽ കൊടുക്കും. അടുത്താണ് ഒരു വൈറ്റ് അല്ലേ? അതെ, 2020 മോഡലാണ് വരുന്നത്. ഏകദേശം 20,000 കിലോമീറ്ററിന് അടുത്ത് ഓടിയിട്ടുള്ളൂ. ഓക്കെ, ഏകദേശം എത്ര കണ്ട് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്കൊരു 40,000 റുപ്പീസിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ഇറക്കാം. ഇതാണോ? ഇത് എങ്ങനെയായിരുന്നു നമുക്ക് ഡീറ്റെയിൽസ്? ഇത് 2020 മോഡലാണ്. ഇത് നമുക്ക് ഏകദേശം ഒരു 30,000 രൂപന്റെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി ഇറക്കി കൊടുക്കാം. അത്യാവശ്യം നല്ല ട്രാക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഓൺ തന്നെ കൊടുക്കാം. ഫുൾ ഓൺ തന്നെ ഈ വാഹനങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോകാം. 800 ഫുൾ ഓൺ നോക്കുന്ന നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ 0 ഡൗൺ പേയ്മെന്റ് ഇതൊക്കെ അതുകൊണ്ട് അടുത്ത തവണ ഒരു കിടലൻ കുഞ്ഞൻ SUV എന്ന് പറയാം. നമ്മുടെ എക്സ്പ്രസോകള് റെഡ് വരുന്നുണ്ട്, വൈറ്റ് വരുന്നുണ്ട് 2 അതേപോലെ ഗ്രേ വരുന്നുണ്ട്. ഇതൊക്കെ ഏകദേശം എങ്ങനെയാണ് പ്രൈസ് റേഞ്ച് ഒക്കെ? 2021 മോഡല് നമുക്ക് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. VXI പ്ലസ് ആണ്. 5 വർഷം വാറന്റി കൊടുക്കുന്ന വണ്ടിയാണ്. ഏകദേശം 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമ്മൾ 460 ആണ് നമുക്ക് പ്രൈസ് നെഗോഷ്യബിൾ ആണെന്ന് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് വരുന്ന 20 മോഡല് VXI ആണ് വരുന്നത് ഓപ്ഷന്. ഇത് നമുക്ക് 22,000 ഓടിയിട്ടുള്ളൂ. 4,400 കൊടുക്കാം നമുക്ക് വേണ്ടി. 4,400 ഇതെങ്ങനെയായിരുന്നു? ഇതും 20 മോഡലാണ്. ഏകദേശം 425 നമുക്ക് ഇതും കൊടുക്കാം. ഏകദേശം 19,000 ഓടിയിട്ടുള്ളൂ. ഇതും ഏകദേശം നമുക്ക് 21 മോഡലാണ്. 4.5 റേഞ്ചിൽ നമുക്ക് ഇതും കൊടുക്കാം. ഏകദേശം എല്ലാ വണ്ടികളും നമുക്ക് ഏകദേശം ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓൺ നമുക്ക് 4 വണ്ടികൾ എക്സ്പ്രസ് ഇഷ്ടംപോലെ വരുന്നുണ്ട്. എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന വണ്ടികൾ. നമുക്ക് 7 സീറ്റർ ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ Ertiga അല്ലെ? KL54 പൊന്നാനി രജിസ്ട്രേഷൻ ആണ്. നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അഡീഷണൽ ആയിട്ട് അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം വന്നൊരു വാഹനം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2022 മോഡലാണ്. 26,000 കിലോമീറ്റർ വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ. ചെറിയ കിലോമീറ്റർ പക്കായിട്ട് നമ്മൾ ഇന്റീരിയറും കാര്യങ്ങളെല്ലാം ഫുള്ള് ക്ലീൻ ചെയ്ത് വെച്ച വണ്ടിയാണ്. അതായത് മൊത്തം നമ്മൾ എന്താ വെച്ചാൽ എക്സ്ട്രാ ഫിറ്റിംഗ്സും കാര്യങ്ങളും അത്യാവശ്യം നല്ല ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം വന്നിട്ടുണ്ട്. റൂഫ് റെയില് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇതെങ്ങനെയായിരുന്നു നമ്മള് ചെറിയ കിലോമീറ്റർ? ഇതെങ്ങനെയായിരുന്നു? ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് നമുക്ക് റൈറ്റ് വരുന്നത് 10,50,000 രൂപയാണ് റൈറ്റ് വരുന്നത്. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും നമുക്ക്? ഇത് നമുക്ക് ഏകദേശം ഒരു 1 lakh റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് ഉണ്ടെന്ന് നമുക്ക് ഇറക്കി കൊടുക്കാം. സുഖമായിട്ട് ഇറക്കാം. അടുത്താണ് ഒരു കിഡിലൻ വാഹനമാണ് ഹോണ്ട ജാസ്. ഡീസൽ ആണോ അത് പെട്രോൾ ആണോ? ഇത് പെട്രോൾ ആണ് വരുന്നത്. 2017 മോഡല്. 43,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ചെറിയ കിലോമീറ്റർ. ലോ മെയിൻ്റെനൻസ് ആണ് ഇത് ഏറ്റവും വലിയ അട്രാക്ഷൻ. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയ ഒരു വാഹനമാണ് അല്ലേ? ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ? 43,000 കിലോമീറ്റർ ഓടിയുള്ളൂ. പക്ഷെ നമുക്ക് 5.5 പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നു. 5,20,000 രൂപയ്ക്ക് നമുക്ക് വണ്ടി കൊടുക്കാം. ഓക്കെ, ഏകദേശം നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് കൊണ്ട് വണ്ടി ഇറക്കാം? ഒരു 50,000 റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് നമുക്ക് കൊടുക്കാം. വണ്ടി ഇറക്കാൻ പറ്റില്ല. അത് ടാറ്റ നെക്സോൺ അല്ലേ? ഇതെങ്ങനെയായിരുന്നു മോഡല്? ഇത് 60,000 കിലോമീറ്റർ ഓടിയ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓട്ടോമാറ്റിക്കലാണ് നമുക്ക് വരുന്നത്. 5.5 ആണ് നമുക്ക് റൈറ്റ് വരുന്നത്. ഓക്കെ, 5,30,000 രൂപയ്ക്കും കൊടുക്കാം. 18 മോഡലാട്ടോ. 18 മോഡൽ ഓട്ടോമാറ്റിക്. 5.35 ഫൈനല്. നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് കൊണ്ട് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് ഏകദേശം പറഞ്ഞാൽ 40% പറയും. 40,000 രൂപ നമുക്ക് ചെയ്യാം. അത്യാവശ്യം സ്കോർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 0 ഡൗൺ പേയ്മെന്റ് എന്തെങ്കിലും കൊടുക്കാം. വണ്ടി ഉണ്ടോ? അടുത്തവണ ഒരു ഓട്ടോമാറ്റിക് 2020 മോഡൽ. 2020 ഓട്ടോമാറ്റിക്. ഡീസൽ ആണോ പെട്രോൾ ആണോ വരുന്നത്? ഇത് പെട്രോൾ ആയിരുന്നു. പെട്രോൾ VXI നമുക്ക് വരുന്നത് ഓപ്ഷൻ വരുന്നത്. നമുക്ക് 9,30,000 രൂപയാണ് പ്രൈസ് വരുന്നത്. അതേപോലെ തന്നെ 2 വർഷം വാറന്റി, 1 ലക്ഷം സർവീസ് നമുക്ക് കൊടുക്കാം. നമുക്ക് ഏകദേശം എത്ര രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും? ഏകദേശം 1 lakh റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം. എത്ര ചോദ്യം പറഞ്ഞാൽ? അതെ, ചോദ്യം റൈറ്റ് വരുന്നത് 9.30. അതുപോലെ സീറ്റ് കവറും സീറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ മാറ്റിയിട്ടുണ്ട്. ബക്കറ്റ് സീറ്റ്സ് കാര്യം എല്ലാം വരുന്നുണ്ട് അല്ലേ? പൊളിയാണ്. അതുപോലെ ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങൾ, സ്റ്റിയറിംഗ് ബോർഡ് കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലാണ് സീറ്റ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഈ വാഹനം ഇറക്കാം. ഇത് നമുക്ക് മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് നല്ല കിടിലൻ സെഡാനുകൾ നമുക്ക് ഇവിടെ ഉണ്ട്. അതിൽ ഫസ്റ്റിൽ തന്നെ ഒരു ഡീസലില് ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഡിസയർ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2018 മോഡലാണ്. ഓക്കെ, ആകെ നമുക്ക് 80,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത് ഡീസലില്. ഓക്കെ, മൈലേജ് എന്തായാലും ഒരു 18-20 പ്രതീക്ഷിക്കാം. എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. ഡീസലാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇന്റീരിയർ നല്ല കിടുവാണ്. റിയറിൽ AC വെന്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സ്റ്റിയറിംഗ് ബോർഡ് കൺട്രോൾസ് കാര്യങ്ങൾ. എത്ര നമ്മൾ ചോദിക്കുന്നത്? നമുക്ക് 6,50,000 രൂപയാണ് നമുക്ക് റൈറ്റ് വരുന്നത്. നല്ല ട്രാക്ക് ഒക്കെ ഉണ്ട്. ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും? നമുക്ക് 40,000 റേഞ്ച് തന്നെ ചെയ്തു വണ്ടി ഇറക്കാം അല്ലെ? അടുത്ത നമുക്ക് ഇത് ഡീസലല്ലേ വണ്ടി വരുന്നത്? ഡീസലാണ്. 2016 മോഡലാണ്. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ലോങ് ഡ്രൈവിൽ 24 വരെയൊക്കെ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. കൂടുതൽ അതുകൊണ്ട് നമ്മൾ ടാക്സിയിലൊക്കെ കാണുന്ന ഒരു വാഹനമാണ് ഹോണ്ട അമേസ്. കൂടെ തന്നെ ലോ മെയിൻ്റെനൻസും ആണ് അല്ലെ? അഡീഷണൽ അലോയ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ ഒക്കെ നല്ല കിടുവാണ്. AC, ഫസ്റ്റ് സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ കാര്യങ്ങൾ, LCD സ്ക്രീന് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2016 മോഡൽ ലാസ്റ്റ് വണ്ടിയാണ്. 16 മോഡൽ. ഓക്കെ, നമുക്ക് ഏകദേശം 1,10,000 കിലോമീറ്റർ ഓടിയില്ല. സെക്കൻഡ് RC വണ്ടി. ഓക്കെ, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ചോദ്യം
465 നമുക്ക് പ്രൈസ് വരുന്നത്. ഓക്കെ, ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റിലൊക്കെ വണ്ടി ഇറക്കാം? ഇത് നമുക്ക് ഫുൾ ഓൺ തന്നെ ചെയ്ത് കൊടുക്കാം. ഇത് ഫുൾ ഓണില് 0 ഡൗൺ പേയ്മെന്റ്, നല്ല മൈലേജ് നോക്കുന്ന ഒരു അടിപൊളി വാഹനം അല്ല. ഇതതിന്റെ ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു അമേസ് അല്ലേ? ഇത് ഹോണ്ട അമേസ് 2020 മോഡൽ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഓക്കെ, CVT ഓട്ടോമാറ്റിക്. ഓക്കെ, ഡീസലോ പെട്രോളോ? ഇത് പെട്രോൾ ആണ് വരുന്നത്. പെട്രോൾ ആണ് വരുന്നത് അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 20 മോഡൽ 46,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടില്. നമുക്ക് റൈറ്റ് തന്നെ 7,30,000 രൂപ. 30 അല്ലേ? ഇതൊക്കെ നല്ല കിടുവാണ്. അത്യാവശ്യം ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. നമുക്ക് 1 ഇയർ എഞ്ചിനും ഗിയർ ബോക്സും ഇതിന് വാറന്റി നമുക്ക് അഡീഷണൽ നമ്മൾ ചെയ്ത് കൊടുക്കും. ഓക്കെ, എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? 7,30,000 രൂപ നമുക്ക് റൈറ്റ് ചെയ്യുന്നത്. ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ് ഒക്കെ വേണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് ഏകദേശം ഒരു 60-70 ഡൗൺ പേയ്മെന്റ് നമുക്ക് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല ട്രാക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലും 0 ചെയ്ത് കൊടുക്കാം. അടുത്താണ് മാരുതി സുസുക്കി സ്വിഫ്റ്റ് അല്ലേ? ഇതേതായിരുന്നു മോഡല് കാര്യങ്ങള്? ഇത് 2019 മോഡലാണ്. നമുക്ക് 60,000 കിലോമീറ്റർ ഓടിയുള്ളത്. 625 നമുക്ക് പ്രൈസ് വരുന്നത്. ഓക്കെ, ഡീസൽ ആണോ അത് പെട്രോൾ ആണോ? പെട്രോൾ ആണ് വരുന്നത്. പെട്രോൾ ആണ് വരുന്നത്. VXI മോഡൽ. AC, പവർ സ്റ്റിയറിംഗ്, ഫോർ വിൻഡോസ്, അതേപോലെ തന്നെ നമുക്ക് ഇലക്ട്രിക് അഡ്സും മിറേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ടയറൊക്കെ ന്യൂ ടയേഴ്സ് ആണ് വരുന്നത്. ആക്സിഡന്റ് ക്ലൈംബ് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ചോദിക്കുന്ന 6 സംതിങ്. നല്ല ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഫുൾ ഓൺ കൊടുക്കാൻ പറ്റും. അടുത്താണ് ബെലീനോ അല്ലേ? അത് നമുക്ക് ഇതേതായിരുന്നു ഓപ്ഷൻ? ഫുൾ 2020 മോഡലാണ്. സെക്കൻഡ് RC ആണ് നമുക്ക് വണ്ടി വരുന്നത്. 60,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. ഓക്കെ, ഇത് നമുക്ക് റൈറ്റ് തന്നെ 6,70,000 രൂപ. 670 ആണ് നമുക്ക് പ്രൈസ് വരുന്നത്. ഫുൾ വാറന്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. 1 ഇയർ വാറന്റി, 1 ഇയർ സർവീസ് നമ്മൾ കൊടുക്കണം. മൊത്തം ടോട്ടൽ വണ്ടിക്ക് വാറന്റി ഉണ്ടാവും. വണ്ടിയുണ്ട്. നമുക്ക് ധൈര്യമായിട്ട് ഒരു പുതിയ കാർ എടുക്കുന്ന പോലെ ടെൻഷൻ ഫ്രീ ആയിട്ട് എടുക്കാം അല്ലെ? എത്ര ചോദ്യം? 6,70,000 രൂപ. നെഗോഷ്യബിൾ ആണ്. ചെറുത് നമുക്ക് ചെയ്ത് കൊടുക്കാം. ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡൗൺ പേയ്മെന്റ് നമുക്ക് എത്രയൊക്കെ ഉണ്ട് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്കൊരു 70,000 റുപ്പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. സുഖമായിട്ട് ഇറക്കാം. അടുത്ത നമ്മൾ സ്വിഫ്റ്റുകളുടെ ഒരു കളക്ഷന്. ഇതിന് പ്രത്യേകത നമുക്ക് ഓട്ടോമാറ്റിക് ആണ്. ഇത് നമുക്ക് ഡീസൽ ഓട്ടോമാറ്റിക്കും, നമുക്ക് ഇത് വരുന്നത് പെട്രോൾ ഓട്ടോമാറ്റിക്കും ആണ്. അതിൽ ഈ ഒരു ഡീസൽ ഓട്ടോമാറ്റിക് പ്രത്യേകത നമ്മൾ ലോങ് ഡ്രൈവിൽ 20 മുകളിൽ തന്നെ നമുക്ക് മൈലേജ് കിട്ടും. നല്ല പെർഫോമൻസ് ഉണ്ടാവും. പ്ലസ് ഓട്ടോമാറ്റിക്കും ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2018 മോഡൽ വണ്ടിയാണ്. സിംഗിൾ RCയിൽ വരുന്ന വണ്ടിയാണ്. ഓക്കെ, കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? 70,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 7,20,000 നമുക്ക് പ്രൈസ് വരുന്നത്. വാറന്റിയോട് കൂടി കേട്ടോ. 6 മന്ത് വാറന്റി നമ്മൾ മൊത്തം മെക്കാനിക്കൽ എഞ്ചിനായാലും ഗിയർ ബോക്സ് ആയാലും സ്റ്റാർ ബോക്സ് ആയാലും എന്തിനു നമുക്ക് വാറന്റി കൊടുക്കാം. ഓക്കെ, അങ്ങനെ 70,000 കിലോമീറ്റർ ഡീസൽ ഓട്ടോമാറ്റിക് സിംഗിൾ RC അല്ലേ? ചോദ്യം എങ്ങനെയായിരുന്നു? 7,20,000. ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റിലൊക്കെ വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്കൊരു 70,000 രൂപന്റെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. സുഖമായിട്ട് ഇറക്കാം. ഇനി അതുപോലെ പെട്രോൾ ഓട്ടോമാറ്റിക് വേണ്ടവർക്ക് വൈറ്റില് നമുക്കൊരു പെട്രോൾ ഓട്ടോമാറ്റിക് ഉണ്ട്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യം? 2019 മോഡലാണ്. 19-20 രജിസ്റ്റർ ഉള്ള വണ്ടിയാണ്. ഏകദേശം നമുക്ക് 20,000 കിലോമീറ്ററിന്റെ അടുത്തേ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ പറഞ്ഞ പോലെ തന്നെ വാറന്റി സെയിം ആണ്. അതേപോലെ തന്നെ നമുക്ക് ഏകദേശം 7 lakh റൈറ്റ് തന്നെ. ഏകദേശം ഒരു 70-80 റൗണ്ട് പേയ്മെന്റ് നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാം. വണ്ടി ഇറക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഡീസൽ ഓട്ടോമാറ്റിക് ആണെങ്കിലും പെട്രോൾ ഓട്ടോമാറ്റിക് ആണെങ്കിലും നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ നല്ല അത്യാവശ്യം നമുക്കിത് വാറണ്ടിയിൽ ഒരു പുതിയ കാർ എടുക്കുന്ന പോലെ ടെൻഷൻ ഒന്നും ഇല്ലാതെ എടുക്കാൻ പറ്റുന്ന ഒരു വാഹനം. ഇനി അതുകൊണ്ട് അടുത്ത് റെഡിലൊരു പൊളി വണ്ടി ഉണ്ട്. എല്ലാം നമുക്ക് അഡീഷണൽ അലോയ് കാര്യങ്ങളെല്ലാം ചെയ്തൊരു അടിപൊളി വാഹനമാണ്. ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? 2020 മോഡല് നമുക്ക് വരുന്നത്. VXI ആണ് ഓപ്ഷൻ വരുന്നത്. സിംഗിൾ RC വണ്ടി തന്നെയാണ്. ഓക്കെ, മാനുവൽ നമുക്ക് റൈറ്റ് വരുന്നത് 6 lakh രൂപയാണ്. 6 ലക്ഷം രൂപ. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്കൊരു 60,000 രൂപന്റെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കി സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. അടുത്തതാണ് ഒരു ബ്രിയോ അല്ലെ? ലേഡീസിനൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വാഹനമാണ്. റിയറിൽ നല്ല സ്പേഷ്യസ് ആണ്. നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഹോണ്ട എന്ന് പറയുന്നത് നമുക്ക് ലോ മെയിൻ്റെനൻസ് ആണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. അതേപോലെ തന്നെ നമുക്ക് കമ്പനി ഇൻബിൽറ്റ് സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ്, AC, പവർ സ്റ്റിയറിംഗ്, ഇലക്ട്രിക് അഡ്സും മിറേഴ്സ്, അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം. നമുക്ക് മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല യാത്രാ കംഫർട്ടാണ്. ലേഡീസിന് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഇത് നമുക്ക് ഫുൾ ഓണിൽ കൊടുക്കും ചെയ്യാം. ഫുൾ ഓണിൽ കൊടുക്കാം. എങ്ങനെയായിരുന്നു മോഡല് കാര്യം? 2015 മോഡലാണ്. 3.5 പ്രൈറ്റ് വരുന്നത്. കിലോമീറ്റർ അഡ്ജസ്റ്റബിൾ ആണ്. ഓക്കെ, കിലോമീറ്റർ നമുക്ക് 60,000 കിലോമീറ്ററിന്റെ അടുത്ത് 60,000 ഓടിയിട്ടുള്ളൂ അല്ലേ? നമുക്ക് അപ്പോൾ നല്ല ട്രാക്ക് കാര്യങ്ങൾ 0 ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഈ ഒരു വണ്ടി ഉണ്ടോ അല്ല? അടുത്ത നമ്മൾ ടയോട്ട എത്തിയോസ് ലീവ അല്ല? ഡോൾട്ടൂൺ ആണ്. ഇത് ഡീസൽ അതോ പെട്രോൾ ആയിരുന്നു? ഇത് നമുക്ക് ഡീസലാണ്. ഡീസൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 2019 മോഡലാണ്. കിലോമീറ്റർ 48 ആകെ ഓടിയിട്ടുള്ളൂ. ചെറിയ കിലോമീറ്റർ അല്ലേ? ഓക്കെ, ആക്സിഡന്റ് ക്ലൈം ഒന്നും ഇല്ലല്ലോ? ഇതിലെ മെയിൻ ക്ലാസ് റീപ്ലേസ്ഡ് ആണ്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. അബ്രോണിന് പ്രശ്നങ്ങൾ, ചേസ് ബെന്റ് കാര്യങ്ങളൊന്നുമില്ല. അവൈലബിൾ ആണ്. അതേപോലെ നമ്മൾ 1 ഇയർ വാറന്റി കൊടുക്കുന്ന വണ്ടിയാണ്. ഓക്കെ, എത്ര നമ്മൾ ചോദിക്കുന്നത്? നമുക്ക് 7,17,000 രൂപ. 7,15 നമുക്ക് റേറ്റ് വരുന്നത്. ഓക്കെ, ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് ഏകദേശം 70,000-80,000 രൂപന്റെ ഉള്ളിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റൂല. ഷെബിറ ലൊക്കേഷൻ ഒന്നുകൂടെ പറഞ്ഞാൽ നിങ്ങൾ? ഇത് മലപ്പുറം കോണമ്പാറയാണ് ഇതിന്റെ ലൊക്കേഷൻ പേര്. മോട്ടോഴ്സിന്റെ ട്രൂവാലിയാണ് നമുക്ക് വരുന്നത്. ഓക്കെ, നേവാമുറി കോണമ്പാറ എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്പർ കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഇഷ്ടം പോലെ വാഹനങ്ങളുണ്ട്. എല്ലാ വാഹനവും നമുക്ക് ഇതിൽ കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല.
അപ്പോൾ നമുക്ക് ഉള്ള അത്യാവശ്യം വാഹനങ്ങളാണ്. അപ്പോൾ നമ്മളെല്ലാ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 0 ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഉണ്ടാവുന്ന ഇഷ്ടം പോലെ വാഹനങ്ങളുണ്ട്. അപ്പോൾ താഴെ നമ്പർ കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. വാഹനങ്ങൾ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ വേഗം വിളിച്ചോളി. അപ്പോൾ ഏത് ബ്രാൻഡ് ഏത് വാഹനങ്ങളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ടോട്ടൽ ഏകദേശം 700-ൽ പരം കാറുകളാണ് നമുക്ക് വേണ്ടിയിട്ട് ഇവർ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. സോ ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ മലപ്പുറം കാലിക്കറ്റ് റൂട്ടിൽ കോണാമ്പാറയിലാണ്. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം. റിയാസ് സൈനിങ് ഓഫ്.